മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു പിടി മികച്ച ഗാനങ്ങൾ സമ്മാനിച്ച വ്യക്തികളാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും മോഹൻ സിത്താരയും. ഇരുവരും ചേർന്ന് മലയാള സിനിമയ്ക്ക് ഒരു കാലത്ത് നൽകിയത് ഹിറ്റ് പാട്ടുകളുടെ ഒരു നീണ്ട പട്ടിക തന്നെയായിരുന്നു. അത്തരത്തിലൊരു ഹിറ്റ് ഗാനമാണ് സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ കറുപ്പിനഴക്. അതുവരെ വന്ന പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കറുപ്പിനഴക് മലയാളികൾക്ക് സമ്മാനിച്ചത്. വിദേശ രാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്ത മലയാള ഗാനം എന്ന പ്രത്യേകതയും കറുപ്പിനഴകിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ പാട്ട് എഴുതുമ്പോഴുണ്ടായ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് കൈതപ്പുറം. മനോരമ ആഴ്ചപ്പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു കൈതപ്പുറം. ആ പാട്ട് എഴുതിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഭാരതപ്പുഴയുടെ കരയിൽ എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്കു കൂടി പങ്കാളിത്തമുള്ള ഒരു റിസോർട്ടിൽ ഇരുന്നാണ് എഴുതിയത്. അതിമനോഹരമായ ഒരു സ്ഥലമായിരുന്നു അത്. മുന്നിൽ ഭാരതപ്പുഴയാണ്. റിസോർട്ടിന്റെ മുറിക്ക് മുൻപിൽ ഒരു പൂമുഖമുണ്ട്. സന്ധ്യയായപ്പോൾ മുതൽ ഞങ്ങൾ സംവിധായകൻ കമലും ഞാനും മോഹനും മറ്റും അവിടെയിരുന്നു. രാത്രിയായപ്പോൾ മോഹൻ ട്യൂണിട്ടു. തരെ തിരര കേൾക്കുമ്പോൾ ലളിതമായ ട്യൂൺ, പക്ഷെ വരികൾ എഴുതാൻ ശരിക്കും ബുദ്ധിമുട്ടാണ്. ഒരു വികാരം പുറത്തു കൊണ്ടുവരാനുള്ള സമയമില്ല. വരി കിട്ടിയില്ല. പിറ്റേന്ന് ഞാൻ പുലർച്ചെ പൂമുഖത്തേക്ക് ഇറങ്ങുമ്പോൾ ഭാരതപ്പുഴ സുന്ദരിയായി തോന്നി. ഭാരതപ്പുഴയുടെ ഒരു ഭാഗത്ത് ഇരുട്ട്, മറുഭാഗത്ത് വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും ആ പ്രകൃതിയാണ് ഞാൻ എഴുതിയത്. അതാണ് കറുപ്പിനഴക് വെളുപ്പിനഴക് എഴുതിയത്. കറുപ്പിന് എന്തഴകാണ്, അതുപോലെ വെളുപ്പിന് അഴകുണ്ട്. പുലരിയിലെ 17 17 ശരിക്കും സ്ത്രീകളെ കുറിച്ചുള്ള പാട്ടല്ല, അത് പ്രകൃതിയെ കുറിച്ചുള്ള പാട്ടാണ്. ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കൈതപ്പുറം പറഞ്ഞു.